കേരളം അടുത്ത തിങ്കളാഴ്ച മുതൽ ഒരു ചരിത്ര തീരുമാനത്തിലേക്ക് വാതിൽ തുറക്കുകയാണ്. കേരളത്തിലുടനീളമുള്ള KSRTC ഓർഡിനറി ബസ്സുകളിലും ഓർഡിനറി നിരക്കുള്ള മറ്റ് എല്ലാ സർവീസുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കമാകുകയാണ്. പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാനാകും. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഒരുക്കുന്നത്. കേരളത്തിലാകെ 3290 ഓർഡിനറി അനുബന്ധ ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല, ഓർഡിനറി നിരക്കുള്ള എല്ലാ സർവീസുകളിലും സൗജന്യ യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. മലബാർ പോലുള്ള മേഖലകളിൽ ഓർഡിനറി ബസ്സില്ല എന്ന വിമർശനത്തിന് മറുപടിയാണ് ഓർഡിനറി നിരക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കം എല്ലാ സർവീസുകളിലും സൗജന്യ യാത്ര നൽകുന്നത്. പദ്ധതി വഴി KSRTCക്കുണ്ടാകുന്ന അധിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നിന്റെ ആദ്യഘട്ടത്തിനാണ് സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ആദ്യത്തെ 100 ദിവസം പദ്ധതിയുടെ ട്രയൽ റൺ ആയിരിക്കും. ഇക്കാലയളവിലാണ് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ട്രയൽ റൺ വിജയകരമായാൽ ബാക്കി സർവീസുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പ്രിയദർശിനി പദ്ധതിയെ മൊത്തത്തിൽ ഇങ്ങനെ ചുരുക്കി പറയാം. സംസ്ഥാനത്താകെ 3290 ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. ഈ സർവീസുകളിൽ എല്ലാം പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഇതിനു പുറമെ ഓർഡിനറി നിരക്കിൽ സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലും സൗജന്യ നിരക്കായിരിക്കും. മലബാർ മേഖലയിലെ ടൗൺ ടു ടൗൺ, ഇടുക്കി, എറണാകുളം ജില്ലകളിലുള്ള ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, മറ്റ് ജില്ലകളിലെ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നിവയിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും സൗജന്യ യാത്രയാണ്. പക്ഷേ വിദ്യാർത്ഥിനികൾ തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടതില്ല. കൺസെഷൻ കാർഡും ചോദിക്കില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും സമൂഹം അകറ്റി നിർത്തുന്ന ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര സൗജന്യമായിരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ഓർഡിനറി ബസ്സുകളിൽ സീറോ ടിക്കറ്റിംഗ് സമ്പ്രദായവും ഏർപ്പെടുത്തുന്നുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും 0 എന്നെഴുതിയ ടിക്കറ്റുകളാകും നൽകുക. എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന കണക്കെടുക്കുന്നതിനാണ് ഈ സീറോ ടിക്കറ്റ് നൽകുന്നത്. സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സ്റ്റിക്കറും പതിക്കും. ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഒരേ നിറത്തിലായതുകൂടി പരിഗണിച്ചാണ് വാതിലിൽ സ്റ്റിക്കർ പതിക്കാനുള്ള തീരുമാനം. ഓരോ മാസവും പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്യും. 100 ദിവസങ്ങൾക്ക് ശേഷം പദ്ധതി അവലോകനം ചെയ്ത ശേഷം ഫാസ്റ്റ് പാസഞ്ചർ അടക്കം KSRTCയുടെ മറ്റു ബസ്സുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തിയ ശേഷമാകും കൂടുതൽ സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുക. ഇതുവഴി പ്രതിവർഷം KSRTCക്കുണ്ടാകുന്ന 750 മുതൽ 800 കോടി രൂപ വരെയുള്ള നഷ്ടം സർക്കാർ നികത്തും. ശമ്പളവും മറ്റും നൽകാൻ നിലവിൽ 1500 കോടി രൂപ പ്രതിവർഷം KSRTCക്ക് സർക്കാർ നൽകുന്നതിന് പുറമെയാണ് പ്രിയദർശിനി പദ്ധതിയിലെ 800 കോടിയോളം രൂപയുടെ അധിക ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ 6 മാസത്തിനകം സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശനും അറിയിച്ചിട്ടുണ്ട്. KSRTCയിലെ സൗജന്യ യാത്ര അടക്കം പ്രതിപാദിച്ച ഇന്ദിരാ ഗ്യാരണ്ടി UDF വിജയത്തിന് വലിയ പങ്ക് വഹിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും സുപ്രധാനമായ വാഗ്ദാനവും സ്ത്രീകളുടെ സൗജന്യ യാത്രയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് LDF ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഇതേ പദ്ധതി തന്നെയാണ്. KSRTCയെ ഇല്ലാതാക്കുന്ന പദ്ധതി എന്നാണ് LDF വിമർശിച്ചത്. പക്ഷേ അപ്പോഴും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെ എതിർക്കുന്നു എന്ന നരേറ്റീവ് വരാതിരിക്കാൻ LDF കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പൊതുവെ നഷ്ടത്തിലായ KSRTCയുടെ ഭാവി ഇരുളടയുമെന്നായിരുന്നു ഇടതുപക്ഷം കണ്ടെത്തിയ ന്യായീകരണം. പക്ഷേ അപ്പോഴും അന്ന് VD സതീശൻ സ്വീകരിച്ച നിലപാടിനെ ജനങ്ങൾ വിശ്വസിച്ചു, അംഗീകരിച്ചു. അതിന്റെ തെളിവാണ് ഈ വിജയം. ഞങ്ങൾക്ക് പ്ലാനുണ്ട്, അത് വിജയകരമായി നടപ്പാക്കാനുള്ള വഴികളും അറിയാമെന്നാണ് അന്ന് സതീശൻ പറഞ്ഞത്. ആ വാക്കുകൂടിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച പാലിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഒരു സൗകര്യം നൽകുന്നതിനെ എതിർക്കുന്നു എന്ന് തോന്നിക്കാതെയുള്ള LDFന്റെ വിമർശനത്തെ ഗൗരവമായി തന്നെ കാണുകയും വേണം. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യം എന്നത് എടുത്തു പറഞ്ഞാണ് ഇപ്പോൾ ഇടതുപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിമർശിക്കാൻ വേണ്ടി കുറ്റങ്ങൾ കണ്ടെത്തുകയാണോ എന്ന് തോന്നിപ്പോകും. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലാകുമ്പോൾ
മലപ്പുറം അടക്കം വടക്കൻ കേരളത്തിൽ ഇതിന്റെ പ്രയോജനം അധികം ആളുകൾക്ക് ലഭിക്കില്ല എന്ന വിമർശനം ഇവർ ഉയർത്തുന്നുണ്ട്. ഓർഡിനറി ബസ്സുകൾ കൂടുതലും തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലാണ്. മറ്റിടങ്ങളിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ് എന്നതാണ് വിമർശനത്തിന് ആധാരം. പക്ഷേ ഇതിനും തുടക്കത്തിൽ തന്നെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ. ഓർഡിനറി നിരക്കിൽ ഓടുന്ന മറ്റ് സർവീസുകളിലും സൗജന്യ യാത്ര നൽകാനുള്ള തീരുമാനം ഈ പരിമിതിയെ മറികടക്കും. പക്ഷേ അപ്പോഴും ഇത്തരം പരിമിതികൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. മലബാർ മേഖലയിലേക്കടക്കം കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതിന് KSRTCയെ പ്രാപ്തമാക്കുകയും വേണം. ഇതേക്കുറിച്ച് പഠിച്ച് ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പല വിദഗ്ധരും ഈ പദ്ധതി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് പറയുന്നുമുണ്ട്. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് മാഡവും ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. ഇത് എടുത്തുചാടിയുള്ള പദ്ധതിയാണ്. സർക്കാരിന് ഒരുപക്ഷെ വലിയ ബാധ്യത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഖജനാവിലേക്ക് മറ്റൊരു തുക, അതായത് മറ്റൊരു വരുമാന സ്രോതസ് കണ്ടെത്തിയ ശേഷം മാത്രം ഇത്തരത്തിലുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ മതി. എല്ലാവർക്കും സൗജന്യം വേണമോ എന്നീ വിമർശനങ്ങൾ കൂടി മേരി ജോർജ് ഉയർത്തിയിട്ടുണ്ട്. മേരി ജോർജ് മാഡത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. മറ്റൊരു വരുമാന മാർഗം ഇതിനു വേണ്ടി കണ്ടെത്താതെ, ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കാൻ വേണ്ടി മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താതെ ഇതുമായി ഇപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി അതീവ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 2300 അധികം മുകളിൽ കോടി രൂപ ഒരു വർഷം KSRTCക്ക് വേണ്ടി ഈ പദ്ധതി, ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയാൽ കൊടുക്കേണ്ടി വരും. അധികപ്പറ്റായി സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടി വരും, KSRTCയുടെ വരുമാനം കൂടാതെ. അത് തീർച്ചയായിട്ടും നികത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു വിടവാണ്. പക്ഷേ ആ വിടവ് ആ വിടവ് അത്ര കണ്ടു വേണോ? തീർച്ചയായിട്ടും അതേപ്പറ്റി ഒരു പുനർവിചിന്തനം അത്യാവശ്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പല കോണുകളിൽ നിന്നും ഒന്നാമത് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് എല്ലാ തലത്തിലുള്ളവർക്കും, എല്ലാ വിഭാഗം വരുമാനക്കാർക്കും ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. അതായത് ഏത് സമൂഹത്തിലാണെങ്കിലും സമ്പന്നരെ ഇത്തരം സൗജന്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അത് തന്നെയുമല്ല, സമ്പന്നർ ഒരുപക്ഷെ ഇത്തരം സൗജന്യങ്ങൾ അനുഭവിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ഉയരും, സമ്പന്നർ ബസ്സിൽ യാത്ര ചെയ്യാൻ പോകുമോ? അത്ര അതിസമ്പന്നരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായ ട്രാൻസ്പോർട്ട് സാധ്യതകൾ ഒക്കെ കാണും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനും ചില പരിധികൾ വരുന്നുണ്ട്. അതായത് COP29 മുതൽ അതിന് മുകളിലേക്കുള്ള എല്ലാ ചർച്ചകളും, ആഗോള താപം ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ട ആവശ്യത്തെ പറ്റിയുള്ള ചർച്ചകളിലെല്ലാം പൊങ്ങി വന്നിട്ടുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പരിപോഷിപ്പിക്കണം എന്നാണ്. ഇപ്പൊ സിംഗപ്പൂരിലൊക്കെ പോവുകയാണെങ്കിൽ അവരൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരുപാട് സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൗജന്യങ്ങൾ കൊടുത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പരിപോഷിപ്പിക്കുന്നത് താപനിലയിൽ, അതായത് താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമാണ് എല്ലാവരും സ്വന്തം വണ്ടിയിൽ, ഓരോരുത്തർ സ്വന്തം വണ്ടിയിൽ ദൂരദേശങ്ങളിലേക്ക്, അടുത്ത ദേശങ്ങളിൽ, അങ്ങനെ ചെറിയ ദൂരമാണെങ്കിലും വലിയ ദൂരമാണെങ്കിലും സ്വന്തം വാഹനത്തിൽ പോവുക. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിലും ഉപരിയാണ് ഇന്ധന കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം രാജ്യത്തിനുണ്ടാകുന്നത്, വ്യക്തിക്കുണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ വഴിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാൻ, ഏറ്റവും കൂടുതലായിട്ട് താപം പിടിച്ചു നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് താപനില ആഗോള തലത്തിൽ തിരുത്തി കൊണ്ടുവരണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പരിപോഷിപ്പിച്ചേ പറ്റൂ. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയി ട്രാൻസ്പോർട്ടേഷൻ ഏത് ഇൻകം ലെവലിലും ഉള്ളവർക്ക് സാധ്യമാക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം കൂടിയുണ്ട്. അതായത് ഏത്
ധനസ്ഥിതിയിലുള്ളവരാണെങ്കിലും ദീർഘദൂര യാത്രയ്ക്കൊക്കെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും ഒരു AC ബസ്സിൽ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവർ ആ ഫ്രീ ടിക്കറ്റ്, കാരണം സ്വന്തം വാഹനത്തിൽ പോവുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഫ്രീ AC ബസ്സിൽ യാത്ര ചെയ്യുന്ന സുഖം ഒരിക്കലും പ്രൈവറ്റ് വാഹനത്തിൽ, കാറിലോ ജീപ്പിലോ എന്തിലും ആകട്ടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല. സുരക്ഷിതത്വവും ഒക്കെ കൂടുതൽ ഈ പറയപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലെ യാത്രയാണ്. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് അങ്ങനെ ഈ ഫ്രീ ടിക്കറ്റ് കൊടുത്താൽ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ പറയപ്പെട്ട ഏറ്റവും ധനികർ പോലും അവരുടെ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് ദീർഘദൂര യാത്രകൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ തൊട്ടടുത്തേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നതിനും ഒക്കെ അവര് ട്രാൻസ്പോർട്ട് സ്വന്തം വാഹനം ഉപയോഗിച്ചേക്കാം. പക്ഷെ ദീർഘദൂര യാത്രകൾക്കൊക്കെ അവരും ഇതിലേക്ക് തന്നെ വരും. അപ്പോ ഇതിൽ രണ്ടിനെയും കൂടി, അതായത് നമ്മുടെ താപനില, അന്തരീക്ഷ താപനില പോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പരിപോഷിപ്പിക്കണോ? അങ്ങനെയാണെങ്കിൽ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീജനങ്ങൾക്കും ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുക്കുക പ്രിയദർശിനി പദ്ധതി വഴി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നാം ഇപ്പോൾ ആലോചിക്കുന്നത് അത് കുറച്ചും കൂടി ബൃഹത്തായ, സത്യം പറഞ്ഞാല് ഏറ്റവും നല്ല ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഈ താപനില കുറയ്ക്കാൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ദീർഘദൂര ഹ്രസ്വദൂര യാത്രകളിലൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുക. അത് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനിലും, ഓർഡിനറി ബസ് ആകട്ടെ, AC ആകട്ടെ, ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും അതിൽ ഫ്രീ ആയിട്ട്, ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിലും അതിനകത്ത് ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കുന്നത് ആഗോള താപനിലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഉചിതമായ തീരുമാനമാണ്. പക്ഷെ നമ്മുടെ ഖജനാവിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ആ ഔചിത്യത്തിൽ ചില പാകപ്പിഴകൾ നാം കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ അപ്പർ സ്ട്രാറ്റയിലുള്ള, അതായത് മിഡിൽ ഇൻകം തൊട്ട് താഴോട്ടുള്ളവർക്ക് ഈ സൗജന്യം അലവ് ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ ജീവനക്കാര്, അതുപോലെ പിന്നെ നല്ല പ്രൊഫഷണൽ ഉള്ളവരൊക്കെ, ഉദാഹരണത്തിന് കോളേജ് അധ്യാപകര്, ഇപ്പൊ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ എവിടെയാണെങ്കിലും എയ്ഡഡ് സെക്ടറിൽ എവിടെയാണെങ്കിലും ഒരു ലിമിറ്റ് വയ്ക്കാം, ഒരു മിനിമം ലിമിറ്റ്. അതായത് 50,000 രൂപയിൽ കൂടിയ ശമ്പളമുള്ളവർ, അതിനേക്കാൾ ഇത്രയും കൂടെ താത്തിയാലും കുഴപ്പമില്ല. അതായത് അങ്ങനെ അതിനേക്കാൾ കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് ഫ്രീ പാസ് യാത്ര എന്ന് പറഞ്ഞാല് അത് എല്ലാവരും അംഗീകരിക്കും. കാരണം ട്രാൻസ്പോർട്ട് ചാർജസ് ഒക്കെ വളരെ വലുതാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ 50,000 രൂപയൊക്കെ പ്രതിമാസം കിട്ടുന്നവർക്ക് എവറിഡേ ബസ്സിൽ പോകേണ്ടി വരുമ്പോൾ ഒരു നല്ല വരുമാനം, അവരുടെ വരുമാനത്തിന്റെ ഒരു നല്ല ഭാഗം ഈ ചെലവുകൾക്ക് വേണ്ടി തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കൊക്കെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും സ്വീകാര്യമായ ഒരു കാര്യമായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത് താഴെ തട്ടിലെ 2 കാർഡുകാർ, നീല കാർഡും മഞ്ഞ കാർഡും, ആ കാർഡുകാർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി വെള്ളക്കാർഡാണ് ഉള്ളത് എന്നിരിക്കട്ടെ, വെള്ളക്കാർഡ് ഉള്ളവരാണെങ്കിൽ പോലും അവരും പലപ്പോഴും ഈ പറയപ്പെട്ട ഫ്രീ ട്രാൻസ്പോർട്ട് അനുഭവിക്കാൻ അർഹതയുള്ളവരായിരിക്കും. അപ്പൊ ഏത് കാർഡാണ് കയ്യിലുള്ളത് എങ്കിലും അവരുടെ ഇൻകം ലെവൽ പരിശോധിച്ച് ആ ഇൻകം ലെവലിനനുസരിച്ച് ഇപ്പൊ 50,000 രൂപ പ്രതിമാസ ശമ്പളം താഴെയുള്ളവർക്ക് ഫ്രീ സൗജന്യ പാസ് യാത്ര എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ഇൻകം ലെവൽ നോക്കിക്കൊണ്ട് ഒരു വർഷം 50,000 രൂപ എന്ന് പറയുമ്പോൾ 6 ലക്ഷം ഒക്കെ രൂപ വരുമാനത്തിൽ കുറവുള്ളവരാണെങ്കിൽ അവര് ഈ സൗജന്യ പാസ്, അവർക്ക് വെള്ള കാർഡായിരിക്കും കയ്യിൽ, പക്ഷെ സൗജന്യ പാസിന് അർഹത കാണും. അപ്പൊ അതൊക്കെ നോക്കി വേണം ഈ അർഹത നിശ്ചയിക്കാൻ. അങ്ങനെ നിശ്ചയിക്കാതെ അന്തരീക്ഷ താപനില കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഗോള താപനിലയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ ഈ പറയപ്പെട്ട ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. എല്ലാ സ്ത്രീകൾക്കും സന്തോഷമായിരിക്കും. ഈ സാഹചര്യത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ യാത്ര ചെയ്യാൻ. ഒന്നാമത് കേരളത്തിലെ ഉയർന്ന
റേറ്റുമാണ്. ട്രാൻസ്പോർട്ട് ചാർജസിൽ ഏത് തരം ട്രാൻസ്പോർട്ട് ചാർജ് ആണെങ്കിലും അത് വളരെ ഉയർന്ന റേറ്റ് ആണ്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഇന്ധന വിലയും ഒക്കെ കേരളത്തിലാണ് കൊടുക്കേണ്ടി വരിക. അപ്പൊ എല്ലാ തരത്തിലും ട്രാൻസ്പോർട്ട് ചാർജസ്, പ്രത്യേകിച്ചും കേരളത്തിലെ KSRTCയുടെ ചാർജസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാന ട്രാൻസ്പോർട്ടിന്റെക്കാളും ഉയർന്ന ലെവലിലാണ് കേരളത്തിന്റെ KSRTCയുടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ നല്ലത് തന്നെ. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ രണ്ടിലേതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഖജനാവിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അന്തരീക്ഷ താപനിലയ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഖജനാവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഖജനാവ് നേരെയാകുന്നത് വരെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ കുറച്ചു പേർക്ക്, അതായത് മേലെ തട്ടിലുള്ളവർക്ക്, ഉയർന്ന വരുമാനക്കാരെ മാറ്റി നിർത്തണം, താഴ്ന്ന വരുമാനക്കാർക്കായിട്ട് നിജപ്പെടുത്തണം.